ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. കാലങ്ങൾ ഓരോന്നായി കടന്നു പോകുമ്പോൾ എല്ലാം വെറും ഒരു ആചാരമായി മാറിയിരിക്കുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ ഓർത്തുകൊണ്ട് യഥാർത്ഥ അനുതാപത്തോടെ നാം ഓരോരുത്തരും ഈ നോമ്പ് കാലത്തിൽ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 16-ാം ദിവസത്തെ ചിന്താവിഷയമായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് വാക്കുകളിലെ വചനപ്പെരുമ, ദ ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ് എന്നതാണ്. അതിന് അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അതിന് അവൻ പറഞ്ഞത്, നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ വായ്ക്കകത്തു കടക്കുന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും വിചാരങ്ങളും ഒക്കെ ദൈവത്തിന് ഹിതമുള്ളതായിരിക്കണം. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളും പ്രവൃത്തികളുമാണ്. നോമ്പെന്ന് പറയുന്നത് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല, വളരെയേറെ വിശുദ്ധിയോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ജീവിക്കേണ്ട കാലമാണ്. ഇല്ലായ്മയിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയണം. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ആശ്രയമില്ലാത്തവരെ ചേർത്ത് നിർത്തുവാനും ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാകുന്നു യഥാർത്ഥ ക്രിസ്തീയ നോമ്പ്. അതിനായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.